പ്രിൻറ്റോ. അപ്പോൾ എൻ്റെ ഫേസിൽ ഇന്ന് നന്നായിട്ട് മേക്കപ്പ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഫേസിൽ നന്നായിട്ട് മേക്കപ്പ് ഉണ്ട്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാൻ പോവാണ്. റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആൻഡ് കുറച്ച് ആഫ്റ്റർ കെയറും ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഐലാഷ് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. ഐലാഷ് വളരെ കെയർഫുള്ളി റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റിയൽ ലാഷസും കൂടി പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഗ്ലൂ ഭയങ്കര സ്ട്രോങ് ഗ്ലൂ ആണ് കേട്ടോ. അത് അത്ര വേഗം പറഞ്ഞൊന്നും പോരത്തില്ല, കുറച്ച് പെയിൻഫുൾ ആണ്. ഇത്രയും കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക? ഭയങ്കര സങ്കടമുള്ള കാര്യമാട്ടോ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഒരു എന്താ പറയുക, പല പരിപാടിയാണ് ഒരു ദിവസം. നമുക്ക് മേക്കപ്പ് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കാര്യങ്ങൾ അത് ഇത് എല്ലാം വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഏറ്റുപോകും. അപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് ഈ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയട്ടെ. രാവിലെ തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാണ്, ഒരു ഫുൾ ഡേ എടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾക്ക് നമ്മൾ ഏറ്റുപോകണല്ലോ. അപ്പോൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇട്ടിട്ട് പിന്നെ അത് റിമൂവ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ അതിനെക്കാട്ടും വലിയ സങ്കടമാണ്. ഫേഷ്യൽ ടിഷ്യൂ ആണിത്. മേക്കപ്പ് റിമൂവറാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലാണ് കേട്ടോ. ഒരു ബൗളിൽ നമ്മൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ നോർമൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നുകാരോ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാരോ എക്സ്ട്രീം ഓയിലി സ്കിന്നുകാരോ ഒരിക്കലും ഒരു കാരണവശാലും ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് അവരുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഫൗണ്ടേഷൻ ഇതേ പോന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫേഷ്യൽ ടിഷ്യൂ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അങ്ങനെ വേഗം പിഞ്ചി പോകുന്ന കീറി പോകുന്ന ടൈപ്പൊന്നും അല്ല. നന്നായിട്ട് ഫുൾ ഫൗണ്ടേഷനിങ് പോരും കേട്ടോ. ചെറിയൊരു റബ്ബ് എഫക്റ്റ് ഉണ്ട് ഈ ഒരു ടിഷ്യൂവിന്. ചെറിയൊരു റഫ് നേച്ചറാണ് ഇതിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വേഗം ഫൗണ്ടേഷൻ ഇളകി പോരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് കേട്ടോ ഈ ടിഷ്യൂ വെച്ച് നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ. ഫുൾ ഫൗണ്ടേഷൻ പോന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസ്കാരയൊക്കെ അങ്ങനെ വേഗം ഇളകി പോരില്ല. നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഫേസിൽ ഫുൾ ഫൗണ്ടേഷൻ ഇങ്ങ് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് കടലമാവ് യൂസ് ചെയ്തിട്ടാണ്. കടലമാവോ പയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്താണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. എനിക്കതാണ് നേരത്തെ തൊട്ടേ ഇഷ്ടം. കടലമാവ് യൂസ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, നല്ലതായിട്ട് ക്ലീൻ ആവും. ഫേസ് വാഷൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഫേസിൽ മേക്കപ്പ് റിമൂവറോ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴിയണം. അറ്റ്ലീസ്റ്റ് ആ ഒരു ഓയിലോ അല്ലെങ്കിൽ റിമൂവറോ റിമൂവ് ആവാൻ, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫേസിലെ ഫൗണ്ടേഷനോ എക്സസ് ഫൗണ്ടേഷനോ ഡോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ അത് പോകുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കടലമാവാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നമ്മുടെ ഫേസ് ക്ലീൻ ആവും. ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ക്ലീൻ ആവും. അതാണ് കടലമാവിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ കടലമാവ് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി നമ്മൾ റോസ് വാട്ടർ അപ്ലൈ ചെയ്യണം. ഒരു ടോണർ അപ്ലൈ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, TNW എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോസ് വാട്ടറാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആഹാ, ഈ റോസ് വാട്ടർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഫേസിലേക്ക് എന്തെങ്കിലും മിസ്റ്റൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഞാനൊരു മാസ്ക് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം പുതിയ പ്രോഡക്ട്സ് വാങ്ങി അത് പരീക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. ഞാൻ കൂടുതലും പ്രോഡക്ട്സ് ഇപ്പോൾ എൻ്റെ സ്കിന്നിന് വേണ്ടി തന്നെയൊന്നുമില്ല, ഞാൻ എല്ലാ സ്കിന്നുകാർക്കും വേണ്ടിയുള്ള പ്രോഡക്ട്സ് കളക്ട് ചെയ്യാറുണ്ട്. അതെല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു മാസ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദ ബോഡി ഷോപ്പിൻ്റെ തന്നെ ഒരു മാസ്കാണ്. അത് വീക്കിൽ 2 അല്ലെങ്കിൽ 3 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു മാസ്കാണ്. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ എഴുത്തൊക്കെ തിരിഞ്ഞായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. ഞാൻ പറയാം, ദ ബോഡി ഷോപ്പിൻ്റെ ചൈനീസ്
ജിൻസെങ് റൈസ് ക്ലാരിഫയിങ് പോളിഷിംഗ് മാസ്ക് ആണിത്. മാസ്ക് കമാൻഡ് ഇല്ലുമിനേറ്റർ. ഇതിൻ്റെ വില വന്നിട്ട് 2295 ആണ് ഇതിൻ്റെ പ്രൈസ്. എന്താണെങ്കിലും ഞാൻ 2-3 പ്രാവശ്യമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഒരു പുകച്ചിലാണോ അങ്ങനെ പറയാൻ പറ്റില്ല, ചെറിയൊരു തണുപ്പോ എന്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ക്ലോസപ്പ് ടൂത്ത് പേസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്യില്ല, അതുപോലെ എന്തൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമ്മുടെ സ്കിൻ റെജുനേറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണെന്നാണ് അവർ പറഞ്ഞത്. സ്കിൻ പോളിഷ് ചെയ്യാനൊക്കെ നല്ലതാണ്. സ്കിൻ ബ്രൈറ്റ് ആവും. ഇത് പിന്നെ 100% വെജിൻ, ഫോർ അഗെയിൻസ്റ്റ് ആനിമൽ ടെസ്റ്റിംഗ്, ബ്ലാ 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 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സെസമേ സീഡ് ഓയിലുണ്ട്. ആൻഡ് പിന്നെ ഇത് നമ്മളൊരു 10 മിനിറ്റ് ഫേസിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ടൊരു സോഫ്റ്റ് ഫീലൊക്കെ ഉണ്ടാവും. എനിക്ക് നല്ല സ്കിൻ സോഫ്റ്റ് ആയ പോലെയൊക്കെ തോന്നാറുണ്ട്. സ്കിൻ ബ്രൈറ്റനാക്കി വെക്കാനും നല്ലതാണ്. എന്താണേലും എനിവേ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വൈറ്റ് കളറാണ്. എന്തോ ഒരു അരിപ്പൊടിയൊക്കെ മുഖത്ത് ഇങ്ങനെ പാലിൽ ചാലിച്ച് നമ്മൾ തേക്കത്തില്ലേ, ആ ഒരു ടെക്സ്ചറാണ്. ഇതിൻ്റെ മണം കൊള്ളാം കേട്ടോ, മണം സൂപ്പറാണ്. നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് നല്ല ഗ്രാന്യൂൾസ് ഉണ്ട്. അപ്പം ഞാനിതൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്താണെങ്കിലും ഡെയിലി ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഔട്ട്സൈഡ് പുറത്ത് പോകുമ്പോഴാണെങ്കിലും അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ സ്കിൻ കെയർ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഭയങ്കര ചീത്തയായി പോകും. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അവരുടെ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നോർമലി ഞാൻ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത് കുളിക്കാൻ നേരത്താണ്. ബാത്റൂമിൽ കബോർഡിൽ ഇങ്ങനെ ഫേസ് മാസ്ക്, ഷാംപൂ, പിന്നെ സിറം, ടോണർ എല്ലാം ഉണ്ടാവും. എൻ്റെ ബാത്റൂമിലൊരു ടോണർ ഉണ്ടാവും. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊരു ടോണർ ഉണ്ടാവും. പിന്നെ മേക്കപ്പ് കിറ്റിനകത്ത് ക്ലയൻസിന് വേണ്ടിയിട്ട് വേറൊരു ടോണർ ഉണ്ടാവും. പിന്നെ എൻ്റെ ബെഡ്റൂമിലൊരു ടോണർ ഉണ്ടാവും. മൊത്തം ഒരു 4 കുപ്പി ടോണർ എല്ലായിടത്തും ഉണ്ട്. ഇതൊരു സെറ്റായിട്ടാണ് വാങ്ങിയത്. ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. നൈക്കിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ണിൻ്റെ ഏരിയ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് കെമിക്കൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കണ്ണിൽ പോയി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. കണ്ണിൽ പോയി അപ്പം തന്നെ വാഷ് ചെയ്ത് കളയണമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് എന്തോ ഒരു എരിച്ചിലോ അല്ലെങ്കിൽ എന്താ ഒരു ക്ലോസപ്പിൻ്റെ ഒരു ഫീലില്ലേ, ക്ലോസപ്പ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തവർക്കറിയാം. അത് നമ്മുടെ വായിൽ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പോ എന്തൊക്കെ ഫീൽ ചെയ്യില്ല, അതുപോലുള്ളൊരു ഫീലാട്ടോ എനിക്ക്. ഫേസിങ്ങനെ വാഷ് ചെയ്ത് സ്കിന്നൊക്കെ നല്ല ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് അബ്സോർബ് ആവും കേട്ടോ ഈ ഒരു മാസ്ക്. അപ്പോൾ ഇത് 10 മിനിറ്റ് ഇരിക്കട്ടെ. എൻ്റെ ഫേസ് മാസ്ക് ഒക്കെ വാഷ് ചെയ്തു. സ്കിൻ നന്നായിട്ട് റീഫ്രഷ് ആയിട്ടുണ്ട്. അതിലേറെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചർ ആയതായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി വന്നിട്ട് കോഫിയുടെ ഒരു മാസ്ക് ഉണ്ട്, അത് പർച്ചേസ് ചെയ്യാനായിട്ടാണ് ബോഡി ഷോപ്പിൽ ലുലുവിൽ പോയപ്പം ബോഡി ഷോപ്പിൽ പോയത്. പക്ഷെ അവിടുത്തെ നിൽക്കുന്ന സ്റ്റാഫ് പറഞ്ഞു എന്നോട് എൻ്റെ സ്കിന്നിന് ഏറ്റവും നല്ലത് ഈ ഒരു മാസ്ക് ആണെന്ന് പറഞ്ഞു. ഇതിനകത്ത് കൂടുതലും റൈസ് കണ്ടന്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഫെയർ ആവാൻ ഈ ഒരു സ്കിന്നുകാർക്ക്, എൻ്റെ ഒരു ടൈപ്പ് സ്കിന്നുകാർക്കൊക്കെ ഏറ്റവും പറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനലി നമ്മളിനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊളാജൻ ഫേസ് ഷോപ്പിൻ്റെ കൊളാജൻ മോയ്സ്ചറൈസറാണ്. ഇതും അതുപോലെ തന്നെ ബോഡി ഷോപ്പിൻ്റെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആൽഗയുടെ മോയ്സ്ചറൈസർ ഉണ്ട്. അതും ഭയങ്കര നല്ല മോയ്സ്ചറൈസറാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതും വളരെ നല്ല മോയ്സ്ചറൈസർ. ഈ 2 മോയ്സ്ചറൈസറും വളരെ ഫേവറേറ്റ് ആണ് എൻ്റെ. കൂടുതലും നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കാണ് ഈ 2 മോയ്സ്ചറൈസറും നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോ മേക്കപ്പ് ചെയ്ത് അതെങ്ങനെ റിമൂവ് ചെയ്യാം, എങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മുടെ സ്കിന്ന് CTM ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. മാത്രമല്ല കേട്ടോ, എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലുള്ളത് ഞാൻ ഇടയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് മാസ്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, വേറെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പലതും അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഞാൻ മേക്കപ്പ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റുട്ടീനാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.